എനിക്ക് ചില ബോക്സ് ലോഡ് ആയിട്ടില്ല കേട്ടോ. ചിലത് ഇതുവഴി ഫോർമേഷൻ അറിയാലോ എല്ലാരും. അതനുസരിച്ച് ആദ്യം അണ്ണൻ വന്ന് നിക്കും, അതിന്റെ ബാക്കിലായിട്ട് അങ്ങ് വന്ന് നിക്കാം. ത്രീ ഫോർമേഷൻ ആണ്, ത്രീ ലൈനെ. വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാനായിരിക്കും പറയണ, സൈഡിൽ പാർക്ക് ചെയ്യാം. ഇറങ്ങി നടന്നു പോണ തോന്നുന്നു. അപ്പോയിന്റ്മെന്റ് ഹലോ ഹലോ, നമ്മള് മിസ്റ്റർ എക്സ് ആയിട്ട് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ അടുത്ത് വരാൻ. എന്റെ പേര് പരിന്തോസ്. നമ്മള് ഒരു മിനിറ്റ്, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 പേരുണ്ട്. 16 പേരാ. ഓക്കെ, ഒരു മിനിറ്റ്. ഹലോ അലി, അലി വന്നിട്ടുണ്ട്. ഹലോ ഹലോ അണ്ണാ, നമുക്ക് നോർമൽ ക്ലോത്തിങ് അല്ല വേണ്ടത്, വെറൈറ്റി ഫീച്ചേഴ്സ് വേണം. ചെക്ക് DM സഹൽ കെ ജോയ് ബ്രോ. നോക്കാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, അവിടെ ഒരു ഗാർഡ് ഉണ്ടാവും. ആ ഗാർഡിന്റെ അനുസരിച്ച് വണ്ടി പാർക്ക് ചെയ്യണേ. ഓ കണ്ണാപ്പി, മര്യാദക്ക് പറഞ്ഞു കണ്ണാപ്പി. നിന്നോട് നിന്റെ കുണ്ണത്തരം കൊണ്ട് വരല്ലേ കണ്ണാപ്പി. ഞാൻ മര്യാദക്ക് പറയുവാണ്. ലാസ്റ്റ് വാണിംഗ് ആണ് നിനക്ക് ഇവിടെ. അവന്റെ സാറിന്റെ വീട്ടിൽ അണ്ടി. എല്ലാരും സൈഡിലോട്ട് പാർക്ക് ചെയ്യാ. ഇവിടെ സൈഡിൽ പാർക്ക് ചെയ്യണതുണ്ട്. അവിടെ പാർക്കിംഗല്ലോ. അല്ല നമുക്ക് പാർക്ക് ചെയ്യാം. എല്ലാരും ഓരോരോ കാർ വെച്ച് പാർക്ക് ചെയ്തു. ബാക്കിലോട്ട് ഗേറ്റ് അടുപ്പിച്ചിട്ടോ. സാർ ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യും. ഞങ്ങൾക്ക് അകത്തോട്ട് അനുവാദം. ഓക്കെ മീറ്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യും. ഇവിടെ കൊണ്ടിട്ട് അന്ന് ഇപ്പുറത്തിട്ട് എല്ലാരും വാ. നിങ്ങള് ഫോർമേഷനിൽ ഒന്ന് നിൽക്കാവോ? ഓ നിക്ക്. എടാ ഫോർമേഷൻ. എടാ 3 ലൈൻസ്. ഞാൻ പറയുന്ന ആൾക്കാർ ഫ്രണ്ടിലോട്ട് വരണേ. കണ്ണാപ്പി വാ ഫ്രണ്ടില്, നടുക്കുവാ. അതിന്റെ ഇപ്പുറത്ത് ബാല സെറ്റ് ചെയ്ത് എന്റെ ബാക്കി വന്നില്ലേ? ഓക്കെ, ഒരാളും കൂടി അപ്പുറത്തെ സൈഡ്. കണ്ണാപ്പിന്റെ അപ്പുറത്ത് സുനി വന്നില്ല. അപ്പുറത്തെ സൈഡ് അല്ല, ഗുലാനോടെ ഗുലാൻ വന്നാണ്. ഒരാളും കൂടി വാ. സുനി ബാലന്റെ അപ്പുറത്ത്. എടാ മാസ്ക് ഇട്ടവരൊക്കെ മാസ്ക് റിമൂവ് ചെയ്യണം കേട്ടാ. സുനി ഇപ്പുറത്താ. ഇവിടെ നാലാമത്തെ ഫേസില് ബാലന്റെ അപ്പുറത്ത്. നിങ്ങളെ വെഹിക്കിളാണോ? എന്തോ അവര് നിങ്ങളെ വെഹിക്കിളാണോ ഇപ്പൊ വന്നത്? അല്ല തോന്നുന്നു. നമ്മുടെ എല്ലാരും ഇവിടെ ഉണ്ട്. ബാക്കിയുള്ളവരനുസരിച്ച് ബാലന്റെ ബാക്കില് RDC ആണോ ഇത്? RDC എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല ബ്രോ ഇവിടെ. RDC ഇല്ല. RDC എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇല്ല ബ്രോ ഇവിടെ. ഇവിടെ ആദ്യമായിട്ട് നമ്മള് ഗ്യാങ് തുടങ്ങുന്നതിന് മുമ്പ് ഇവരെ മീറ്റ് ചെയ്യണം. അങ്ങനത്തെ ഒരു ഇതേ ഉള്ളൂ. അതെ റെഡി. അവരെ അങ്ങോട്ട് കൊണ്ടുവരട്ടെ. ഇതേ ഫോർമേഷനില് അങ്ങോട്ട് വന്നോളൂ. ഫോർമേഷൻ രണ്ടുപേരെ സുഖമില്ലാത്തോടെ പിന്നെന്തിനാ അവിടെ ഫോർമേഷൻ നിർത്തി? അവിടെ പോയി നിന്നാ പോരായിരുന്നു. ഫോർമേഷനിൽ വരുന്ന കണ്ടോണേ ഇപ്പൊ. ഹോളിഡർ എന്ന നിലയിൽ ഞാൻ എന്താണ് പറയാനുള്ളത് മിസ്റ്റർ എക്സിനെ കാണുമ്പോ? എന്തോന്ന് പറയാനാ? എന്താണ് ചായനെ പറയാനുള്ളത്?
എനിക്ക് പറയാനുള്ളത് ഫോർമേഷനിൽ എങ്ങനെ നമ്മളെ gang നടക്കൂടാ? ആക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഗ്യാങ് ആയല്ലോ. ആയില്ലേ? അല്ല ഗ്യാങ് ആയി, പക്ഷെ എങ്കിലും ഒഫീഷ്യൽ ഒരു ഇതല്ലേ ഒരു ഇത് ഇതെന്താ പെണ്ണുങ്ങളൊക്കെ ലേഡീസ് ഒക്കെ ഉണ്ടല്ലോ. ടെക്സ്റ്റർ ബഡ്ജറ്റ് കാണുന്നില്ല. ഹായ് ഹലോ ഹലോ. വെൽക്കം ടു മിസ്റ്റർ സാൻസി. ഓ താങ്ക് യു സോ മച്ച്. താങ്ക്സ്. നമുക്ക് മുകളിലേക്ക് ഇരിക്കാം. ഓ ഷുവർ. എനിക്കിവിടെ റോഡല്ലോ. ഞാൻ അമ്പത്തൂരിനെ കൂട്ടി വരാട്ടെ. ഒന്നും കാണുന്നില്ല അകത്ത് ആൾക്കാരെ ഒന്നും. വെപ്പൺസ് ഉണ്ടോ കയ്യില്? ഇല്ല വെപ്പൺസ് ഒന്നുമില്ല. weapons ഒന്നുമില്ല. അവിടെ ഇത് ആരുടെ കയ്യിൽ എന്തോ ഐറ്റം ഉണ്ട്. ആരെല്ലാം കയ്യിൽ എന്തെങ്കിലും വെപ്പൺസ് എല്ലാം ഉണ്ടോ? സ്റ്റീൽ ഡിൽഡോ എന്തോ ഡിറ്റക്ട് ആയതാണ്. കണ്ണപ്പിയുടെ വെപ്പ് സ്റ്റീലാണ്, അതാണ്. ഓക്കേ, മതി. സംസാരം മതി. എന്റെ പേര് പരന്തുവാസ്. Yes, so welcome to Mr. X and Associates. Oh, thank you. So this is our team and Cage. Okay. Hi guys. Yes, hi. Hello. Yeah. എല്ലാവരും യാത്രയെല്ലാം സുഖമായിരുന്നു വിശ്വസിക്കുന്നു. ഓ സുഖമായിരുന്നു. ശബ്ദം കുറവാണ്, കുറച്ചൊന്ന് കൂട്ടാൻ പറ്റുമോ? പുറകിരിക്കുന്നവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ കേൾക്കുന്നില്ല, എല്ലാരും കേൾക്കുന്നില്ല. നിങ്ങൾ എല്ലാവരും ഭക്ഷണം കഴിച്ചോ? ഓ ഭക്ഷണം കഴിച്ചിട്ടാ വന്നത്. അതെ, ഓക്കെ. സോ വെൽക്കം ടു മിസ്റ്റർ എക്സ്. നമ്മളെ പറ്റി പറയുന്നതിന് മുമ്പ് നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് പരിചയപ്പെടാം. So my name is Sander Cage. So I am the current boss of Mr. X and Associates. Okay. And you already, I think നിങ്ങൾ already Mr. KK നെ പരിചയപ്പെട്ടു. അതെ. പരിചയപ്പെട്ടില്ല, ജസ്റ്റ് കണ്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്ന് പോരുന്നു. Myself KK. Hi. And this is my partner JP. Oh hi. Hello. Hi. So ബാക്കിയുള്ളവരെ പരിചയപ്പെടുത്താം. വോയിസ് ഒന്ന് പരിചയപ്പെടുത്താം ഫ്രണ്ടിലേക്കാണ്. ഹായ് ഗായ്സ്, ഞാൻ മാറ്റ് മർഡോക്ക്, മിസ്റ്റർ എക്സിന്റെ ലീഗൽ അഡ്വൈസർ ആണ്. ഹായ്. ഓക്കെ, ഹായ്. എൻ്റെ പേര് സോറോ. ഞാൻ വൺ ഓഫ് ദ അസിസ്റ്റന്റ് മാനേജേഴ്സ് ഓഫ് മിസ്റ്റർ എക്സ്. ഓക്കെ, ഹായ്. Hello, Zach Martin, one of the other assistant manager. Oh, hi. Cage നമുക്ക് ഇല്ലാൻ സാധിക്കില്ല, ബട്ട് മേക്ക് യുവർ സെൽഫ് കംഫർട്ടബിൾ. നമ്മൾ ഇരിക്കും, ഒന്ന് അസിസ്റ്റ് ചെയ്യലേ. ഓക്കെ. എല്ലാവരും ഇരിക്കും. കണ്ണല്ലേ ഐ വെച്ചിട്ട് സീറ്റിന്റെ അടുത്ത് വന്നിട്ട് ഐ ഓർജ് നിലത്തല്ല. ചേർന്ന് നല്ല ക്ലോസ് ആയിട്ട് നിന്നിട്ട് ജസ്റ്റ് അതിന്റെ ചെയറിന്റെ മുകളിൽ കയറി. ഓക്കെ. ഹലോ സഹോദര, ചെയ്തോണ്ടിരിക്കുക. നിങ്ങള് ഇച്ചിരി എണ്ണിച്ചാരിലും കണ്ട. അയ്യോ വാസു വല ഓക്കെ അല്ലേ? കുഴപ്പമില്ല. നേരെ നോക്കോടെ. സീറ്റ് കേക്ക്. എല്ലാവരും സോറി ഫോർ ദ ഡിസ്കംഫർട്ട്. നമ്മളത് സിറ്റിയിൽ ചെറിയൊരു ഇഷ്യൂസ്. ഐ തിങ്ക് കേസ് ഒരു റേഡിയോ ആണെങ്കിൽ ഓടിവിടെ. അതെ, റേഡിയോ ആയിരിക്കും കുറച്ചുകൂടി ഓടിബിൾ.
222 ആരും ജോയിൻ ചെയ്യാം. ഓക്കെ, എല്ലാരും 2222 ടാ റേഡിയോ. 22.22 സോറി. ഓക്കെ ഓക്കെ. ഓ നശിച്ചു കേട്ടോ, ഇനി തറയിലിരിക്കും തോന്നുന്നു കേട്ടോ മയില്. ഓക്കെ അല്ലേ? എടാ റേഡിയോ എത്ര ആയിരുന്നടാ? -6 ആണല്ലോ എല്ലാം. റേഡിയോ കയറുമ്പോ എല്ലാരും ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഓൾ ഗുഡ്. നിലത്തിരിക്കലും നിലവാരം പോകുന്നു. എടാ എല്ലാരും ഇരിക്കും. നിങ്ങളൊന്ന് കംഫർട്ട് ആയിട്ടൊന്ന് പറയാം. ഓക്കെ, ഓൾ ഗുഡ്. ഒരുത്തൻ അവിടെ തറയിലിരുന്നത്. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. ഓ ഓക്കെ, ഞാൻ പരിചയപ്പെടുത്തിയല്ലോ ഓൾറെഡി. സോറി. സോ ഇനി നമുക്ക് നിങ്ങൾ ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. എനിക്ക് എല്ലാവരും പരിചയപ്പെടാൻ താല്പര്യമുണ്ട്. ഓക്കെ. ഞാനാണ് ആക്ച്വലി ഈ ഗ്യാങ്ങിന്റെ ലീഡർ. എൻ്റെ പേര് പരന്തുവാസം എന്നാണ്. നമ്മുടെ ഗ്യാങ്ങിന്റെ പേര് തക്കുടുവാവ അധോലോകം എന്നാണ്. സോ ഞങ്ങൾ ഓരോരുത്തർ ഞങ്ങളുടെ ഇപ്പം 2 കോ-ലീഡേഴ്സ് ഇന്ന് ആക്ച്വലി ഞങ്ങൾ 3 കോ-ലീഡേഴ്സ് ഉണ്ട് നമുക്ക്. 3 കോ-ലീഡേഴ്സും ഒരു ഗാർഡിയനും അതുപോലെ ഒരു ഗോഡ് ഫാദറും ആണ് നമുക്ക് മെയിൻലി നമ്മുടെ ഗ്യാങ്ങിൽ വരുന്ന ഹൈറാർക്കി എങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഗോഡ് ഫാദറും വന്നിട്ടില്ല. അതുപോലെ തന്നെ 2 കോ-ലീഡേഴ്സ് നമ്മുടെ എത്തിയിട്ടില്ല. ലൈക്ക് അവർ മറ്റേ സിറ്റിയിൽ നിന്ന് ഫ്ലൈറ്റ് മിസ്സായിപ്പോയി. നമ്മൾ ഒരുമിച്ച് വന്നതായിരുന്നു. അവർക്ക് ടൈം തെറ്റിപ്പോയതുകൊണ്ട് ഫ്ലൈറ്റിൽ കയറാൻ പറ്റിയില്ല. അപ്പം നാളത്തേക്കാണ് അവർക്ക് ഫ്ലൈറ്റ് ഉള്ളത്. അതെ. നിങ്ങൾക്ക് ഇത് എണീറ്റ് നിന്ന് പറയണമെന്നില്ല. നമുക്ക് ആ ഒരു സീറ്റ് ഇൻഫർമേഷൻ തെറ്റുന്നുണ്ടെങ്കിൽ ഇരുന്നിട്ട് തന്നെ പറഞ്ഞാലും മതി. ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഞാനാണ് ലീഡർ. അപ്പോൾ നമ്മുടെ ഒരു കോ-ലീഡർ, അടുത്തൊരു ആക്റ്റീവ് കോ-ലീഡർ ഉണ്ട്. അപ്പോൾ പരിചയപ്പെടുത്തി. എന്റെ പേര് ബെല്ലാരി രായനാണ്, കോ-ലീഡർ. ബെല്ലാരി കോ-ലീഡർ ആണ്. വേറെ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ നമ്മളിപ്പോ ഇവിടെ സിറ്റി കണ്ടു, ഇഷ്ടപ്പെട്ടു. സിറ്റിയിലെ ഓരോ ആക്ടിവിറ്റീസും കണ്ടു. അപ്പൊ നമുക്കിവിടെ ഒരു ഗ്യാങ് ആയിട്ട് തന്നെയാണ് കളിക്കാൻ താല്പര്യവും. ലൈക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണമെന്ന് ലൈക്ക് അറിഞ്ഞാൽ കൊള്ളായിരുന്നു. എന്താണ് മിസ്റ്റർ എക്സ് എന്നും കൂടി അറിഞ്ഞാൽ കൊള്ളായിരുന്നു. അത് ചോദിക്കണമെന്നുണ്ടായിരുന്നു. അതെ, അതിലേക്ക് വരാം. ഞാൻ എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടിട്ട് നമ്മുടെ ബാക്കി ഇൻട്രോ ചെയ്യാന്ന് വെച്ചിട്ട് നമുക്ക് എല്ലാവരും ഒന്ന് ആദ്യം പരിചയപ്പെടാലോ. അതുകൊണ്ടാണ്. ഓക്കെ. ഓരോരുത്തരായിട്ട് അടുത്തത്. ഞാൻ കണ്ണാപ്പി. ഓക്കെ, ജർമ്മൻ കണ്ണാപ്പി. നൈസ്. അവന്റെ ആറ്റിറ്റ്യൂഡ് കണ്ടോ? ഞാൻ ടി വി സുനിമോൻ. അവന്റെ ആറ്റിറ്റ്യൂഡ് നോക്കിയ ഗൈസ്, അവന്റെ ആറ്റിറ്റ്യൂഡ്. ഞാൻ ഷേഖ് മടോള. ഞാൻ കുലാൻ, ഗാർഡിയൻ ആണ്. ഞാൻ സാവേജ് മെമ്പറാണ്. ഹലോ സാവേജ്. മെമ്പറാണെന്ന് മെമ്പറാണ്. ഹലോ ബല പരിചയപ്പെടുന്നു. ഇൻട്രൊഡ്യൂസ്. റേഡിയോ കയറില്ല. നീ റേഡിയോയിലില്ല. 22 കേക്കാൻ വയ്യ. സോറി ഗൈസ്, ഞാൻ ബാലൻ കെ നായർ. ഞാൻ ടൈപ്പ് മെമ്പറാണ്. ഞാൻ കിണ്ടി, മാഡി കിണ്ടി മെമ്പറാണ്. ഹലോ മിസ്റ്റർ കിണ്ടി. ഞാൻ കിണ്ടി. വില്ലുമോൻ മെമ്പറാണ്. ഞാൻ ഓക്സി മെമ്പറാണ്. ഹലോ, ഹായ് ഓക്സി. ഞാൻ കെവിൻ ഫിൽട്രൈജിലാണ്. മിസ്റ്റർ എപി ഇവിടെ ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും കണ്ടത്. ആക്ച്വലി നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും എല്ലായിട്ട് അറിയത്തില്ലായിരുന്നു. അപ്പം നമുക്ക്
നമ്മൾ പണ്ട് പരിചയമുള്ള ആളായിരുന്നു. അപ്പം നമുക്ക് ഇവിടുത്തെ സിറ്റിയിലെ പുതിയതായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഈ നമ്മൾ ഇതിനു മുമ്പ് നിന്നിടത്ത് ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ഇല്ലായിരുന്നു. അപ്പോൾ അത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. താങ്ക് യു പി. ഓക്കെ, ഇനി നമുക്ക് അങ്ങോട്ട് പരിചയപ്പെട്ട സ്ഥിതിക്ക് കാര്യങ്ങൾ പറയാം. വി ആർ മിസ്റ്റർ എക്സ് ആൻഡ് അസോസിയേറ്റ്സ്. ഓക്കെ, സിറ്റിയിലെ ലീഗൽ ആൻഡ് ഇല്ലീഗൽ ആക്ടിവിറ്റീസിലേക്ക്, ലീഗൽ ആൻഡ് ഇല്ലീഗൽ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബിസിനസ്സാണ്. ബിസിനസ് ഐഡിയാസ് ആൻഡ് ബിസിനസ് ഓപ്പറേഷൻസ് ആണ് നമ്മളിവിടെ സിറ്റിയിൽ കൂടുതലും ചെയ്യുന്നത്. ലീഗൽ സൈഡ് നമ്മൾ ചെയ്യുന്നുണ്ട്, ഇല്ലീഗൽ സൈഡ് നമ്മൾ ചെയ്യുന്നുണ്ട്. ലീഗൽ സൈഡ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ ഒരു ഫാമിലി അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സിറ്റിസൺ അങ്ങനെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ബിസിനസ് അതിൻ്റെ വിധത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ബേസിക്കലി സിറ്റിയിലെ ഓരോ ബിസിനസ്സും എല്ലാ കാര്യങ്ങളും ഞങ്ങളാണ് ഹയർ ചെയ്യുന്നതും ഞങ്ങളാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നതും. അതുകൊണ്ടാണ് ആ ഒരു ലീഗൽ സൈഡിലുള്ള റൂൾസ് കാര്യങ്ങൾ വരുന്നത്. അതേപോലെ നിങ്ങൾക്കറിയാലോ, നമുക്ക് ഭക്ഷണത്തിനുള്ള ആവശ്യങ്ങളുണ്ട്, നമുക്ക് കട, അതേപോലെ ഡ്രസ്സ്, റൂം, അങ്ങനത്തെ കുറെ ആവശ്യങ്ങൾ വരുമ്പോൾ അതിന്റെ ലീഗൽ സൈഡ് ചെയ്യുന്നത് നമ്മളായിരിക്കും. ഇനി ഗാങ്സിന്റെ സൈഡിലേക്ക് വന്നു കഴിയുമ്പോൾ ഇല്ലീഗൽ ആക്ടിവിറ്റീസിനുള്ള എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങൾക്ക് മീൻസ് ഫേസ് ആണ്. സിറ്റിസൺസിനും മറ്റുള്ളവർക്കും ഞങ്ങളുടെ ലീഗൽ സൈഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിരിക്കും ഞങ്ങളുടെ ഇല്ലീഗൽ ഫീസ് കൂടുതൽ അറിയാൻ പറ്റുന്നത്. ക്ലിയർ. സോ ഇല്ലീഗൽ സൈഡിൽ നമ്മൾ എന്താണ് ആക്ടിവിറ്റീസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളെ ഗ്യാങ് ആയിട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് വേണ്ട കൺസൈൻമെന്റ്സ്, അതേപോലെ നിങ്ങൾക്ക് വേണ്ട ഇല്ലീഗലി ഉള്ള എല്ലാ ആവശ്യങ്ങളും, ഇല്ലീഗലായിട്ടുള്ള എല്ലാ ഓപ്പറേഷൻസും എത്താൻ വേണ്ടിയിട്ട് ഞങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബേസിക്കലി നിങ്ങളുടെ ഗൺ മെറ്റീരിയൽസ്, ഗൺസ്, ക്രാഫ്റ്റിംഗ് തിങ്സ് ആൻഡ് നിങ്ങളുടെ ഇല്ലീഗൽ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടുള്ള സ്ഥാപനങ്ങൾ, ഇതിന്റെ എല്ലാം ഓപ്പറേഷൻസും കാര്യങ്ങളും ഞങ്ങളായിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളത് ഞങ്ങളുടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ ലീസിന് കൊണ്ടുവന്ന പോലെ കൊണ്ടുപോകും. അതിൽ നിന്നൊരു ഓഹരി ഞങ്ങൾ നിങ്ങളുടെ പ്രോഫിറ്റിന്റെ എങ്ങനെ വിറ്റുവരവനുസരിച്ച് അതിൽ നിന്നൊരു ഓഹരി ഞങ്ങൾ ഈടാക്കും. ഓക്കെ, സോ ഒരു ഡൗട്ടായിട്ട് ചോദിച്ചോട്ടെ, അപ്പോൾ നമുക്ക് ഈ ഗാങ്ങിന് മുകളിലൊരു ഹൈറാർക്കി എന്നുള്ള രീതിയിലാണോ ഇപ്പം മിസ്റ്റർ എക്സ് ആക്ട് ചെയ്യുന്നത്? ഇവിടെ ഗ്യാങ് ആയിട്ട് തന്നെ ഇരിക്കും. ഗ്യാങ്ങും നമ്മളായിട്ട് ഒരു വേറെ ഒരു രീതിയിലുള്ള കോൺടാക്ട്സും കണക്ഷൻസും ഉണ്ടാവില്ല. മീൻസ് ഗ്യാങ്ങിന്റെ റൂൾസ് എല്ലാം ഗ്യാങ് തന്നെയാണ് തീരുമാനിക്കുന്നത്. അവിടെ ഇവിടെ ചോദിക്കാനൊന്നും ആരുമില്ല. ഞങ്ങൾ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ ആക്ടിവിറ്റീസിനുള്ള ഐറ്റംസ് ആണ്. ബേസിക്കലി നമ്മളൊരു ബിസിനസ് ആയിട്ടാണ് ഇപ്പൊ സൈനപ്പ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളും ബിസിനസ് ആണ് ഇവിടെ നമ്മൾ സൈനപ്പ് ചെയ്യാൻ പോകുന്നത്. ഇത് RDC കോൺസെപ്റ്റ് അല്ല ഗൈസ്. ഓവർ പവർ ആയിട്ടോ അങ്ങനെയുള്ള ഒരു കാര്യം നമുക്ക് ഇവിടെ ഇല്ല. നിങ്ങളുടെ ഇല്ലീഗൽ ആയിട്ടുള്ള ബിസിനസ്സിന് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം നമ്മൾക്ക് സൈൻ ചെയ്തു. ഓക്കെ. സോ അപ്പം ഈ കൺസൈൻമെന്റ്സ് ഒക്കെ നിങ്ങളായിരിക്കുമോ ഹോസ്റ്റ് ചെയ്യുന്നത്? യെസ്, കൺസൈൻമെന്റ്സ് എല്ലാം നമ്മളാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളാണ് ഹോസ്റ്റ് ചെയ്യുന്നത്. മീൻസ് ഇല്ലീഗൽ ആയിട്ടുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലീഗൽ ഗൺ ഷോപ്പ്, ഇല്ലീഗൽ ആയിട്ടുള്ള ബാക്കിയുള്ള ആക്ടിവിറ്റീസ് എല്ലാം നമ്മൾ ത്രൂ ആയിരിക്കും നിങ്ങൾക്ക് ഓപ്ഷൻ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. ബേസിക്കലി കൺസൈൻമെന്റ്സ് നിങ്ങൾ കറന്റ്ലി ഇപ്പോൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒന്നും സ്റ്റാർട്ട് ആയിട്ടില്ല. ഇപ്പൊ നമ്മൾ എല്ലാ ഗാങ്സിനും അവരുടേതായിട്ട് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ടെങ്കിലും ഗൺ ഷോപ്പ് അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒന്നും സ്റ്റാർട്ട് ആയിട്ടില്ല. അത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എല്ലാവരും കൂടി ആലോചിച്ച് നമുക്ക് തീരുമാനിക്കാം. അതിന് വേണ്ടിയിട്ട് എല്ലാ ഗാങ്സിനും നമുക്കൊന്ന് ഒരു മീറ്റിംഗ് എല്ലാവരും വിളിക്കാനുണ്ട്. ഇപ്പോ നമ്മൾ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള മെയിൻലി നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് ഹോം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൗസ്, ഗാങ് ഹൗസ് എവിടെയാണോ വേണ്ടത് അതിനുള്ള പ്രോപ്പർട്ടി നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് മേടിച്ച് സെറ്റ് ചെയ്ത് തരും. നിങ്ങളുടെ ഗ്യാങ് വെഹിക്കിൾ നിങ്ങൾക്ക് ഏതിനാണ് വേണ്ടത് അതിന്റെ സ്റ്റിക്കർ വർക്ക്, പാർട്ട് വർക്ക് എല്ലാം നമ്മൾ എഞ്ചിൻ വർക്ക് എല്ലാം ചെയ്ത് നമ്മൾ തരും. അതുപോലെ തന്നെയുള്ള നിങ്ങളുടെ ഡ്രസ്സ്, അതിന്റെ എല്ലാം ഓൾട്രേഷൻ കാര്യങ്ങളെല്ലാം നമ്മളായിരിക്കും ചെയ്യുന്നത്. ഇതെല്ലാം ഒരു ഗ്യാങ്ങിന് വേണ്ടിയിട്ട് എല്ലാ ആക്ടിവിറ്റി പ്രോഗ്രാം ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ സൈഡിൽ നിന്നായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. അതെല്ലാം ഡിസ്ട്രിക്ട്സ് ത്രൂ ആയിരിക്കും വരുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് കറന്റ്ലി നമ്മൾ ഇല്ലീഗൽ ഓപ്പറേഷൻസ്, അതായത് ഗൺ ഷോപ്പ് അതൊക്കെ ആക്റ്റീവ് ആവുന്നത് വരെ ഗ്യാങ്ങിന് സർവൈവ് ചെയ്യാനുള്ള ഗ്രൈഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇല്ലീഗൽ ഐറ്റംസ് ലൈക്ക് ഗൺസ്, മെയിൻലി ഗൺസ് ക്രാഫ്റ്റ് ചെയ്യാനുള്ള മെറ്റീരിയൽസും പ്രൊവൈഡ് ചെയ്യുന്നത് മിസ്റ്റർ സൈഡിൽ നിന്നായിരിക്കും. നിങ്ങളത് കൺസൈൻമെന്റ് ത്രൂ ആയിരിക്കും നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുക. കൺസൈൻമെന്റ് ത്രൂ നിങ്ങളത് നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചതിന് ശേഷം നിങ്ങൾക്ക് കൊണ്ടുപോയി സെൽഫായിട്ട് ക്രാഫ്റ്റ് ചെയ്യാം, യൂസ് ചെയ്യാം, സെല് ചെയ്യാം. ദാറ്റ്സ് യുവർ ചോയ്സ്. ഓക്കെ, ഓൾ ക്ലിയർ. പിന്നീട് നമുക്ക് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ ഇവിടെ നമുക്ക് നിങ്ങളെ കുറിച്ച് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നമ്മളെല്ലാം ചെക്ക് ചെയ്ത് സ്ഥിതിക്ക്, സോ ഞങ്ങൾ ഇവിടെ നിങ്ങൾക്കായിട്ടൊരു ജസ്റ്റ് ഒരു ടാസ്ക് എന്ന് പറയാനല്ല, നിങ്ങൾക്ക് സിമ്പിൾ ജോബ് ആയിരിക്കും, ബട്ട് ലൈക്ക് എ ടാസ്ക് നിങ്ങൾക്ക് ഒരു കാര്യം അറിയുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് മിസ്റ്റർ കെ നിങ്ങൾക്ക് പറയുന്നതായിരിക്കും. സോ ഗൈസ്, നമുക്കിവിടെ ഒരു വോൾട്ട് എന്ന സംഭവം ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾ പീരീഡ് കണ്ടുപറ്റിച്ച് നമുക്ക് എത്തിച്ചു തന്നു കഴിഞ്ഞാൽ
ലൈക്ക് ഇൻ റിട്ടേൺ നിങ്ങൾ ഗ്യാങ് ആയി തുടക്കത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത് ഇന്ന് ചെയ്യണോ നമ്മള്? അതെ അതെ അതെ. ഓക്കെ, സോ അത് എങ്ങനെ ഇത് ലൈക്ക് പീഡിയുടെ കണ്ണുവെട്ടിച്ചെന്ന് പറയുമ്പോൾ ലൈക്ക് അവരായിട്ട് ഫൈറ്റ് എടുക്കേണ്ട സിറ്റുവേഷൻസ് വരുമോ? ഫൈറ്റ് എടുക്കണ്ട, ലൈക്ക് നിങ്ങൾക്ക് അത് ചേസിൽ തന്നെ കവർ ചെയ്യാൻ പറ്റും. ലൈക്ക് നിങ്ങൾക്കൊരു ഇടിവണ്ടി വരെ ഉണ്ടാവും, പ്രൊട്ടക്ഷൻ വണ്ടി നമുക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ നിങ്ങളെ ഒരു പെട്ടിയാണ്, വലിയ പെട്ടിയാണ്, അത് ഓടിച്ച് ഞങ്ങൾ സാൻഡി എയർഫീൽഡ് എത്തിച്ചു തന്നാൽ ബാക്കി നിങ്ങളുടെ ഒരു ഗ്യാങ്ങിന് ആവശ്യമുള്ള ഗൺസ് ആണല്ലോ. സോ നിങ്ങളുടെ എല്ലാവർക്കും അത് 30 പേർക്കുള്ള ഗണ്ണും കാര്യം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ എല്ലാ ഡീൽസും വി ബേസിക്കലി ആർ ബിസിനസ്, എവറിത്തിങ് ഈസ് ഓൺ ബിസിനസ്. ഓക്കെ. അല്ല ഇത് പീഡിയുടെ നടക്കണമെന്നോ? ഞങ്ങൾക്ക് ഒരു കൺസൈൻമെന്റ് കിട്ടാനുണ്ട്, മീൻസ് നിങ്ങൾ അത് ഞങ്ങൾക്ക് എത്തിച്ചേരണം. അതാണ് ബേസിക്കലി ഞങ്ങളൊരു കൺസൈൻമെന്റ് ആണ്, പക്ഷെ ഇതൊരു വാൾട്ട് നമുക്ക് അവിടെ നിന്ന് എത്തിച്ചു തരണം. അതാണ് നമ്മുടെ ദാറ്റ് ഈസ് ഗുഡ് ബെറ്റർ, ലൈക്ക് നിങ്ങളുടെ ചോയ്സ് ആണ്. ഇല്ല, നമുക്ക് ഫൈറ്റ് എടുക്കാൻ ഇനിഷ്യലി ഗൺസ് ഒന്നും ഇല്ലല്ലോ നമ്മുടെ കയ്യിൽ ഇപ്പൊ. ഹലോ, ഓഡിബിൾ ആണോ? ഹലോ, അല്ല ഗൺസ് ഒക്കെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും. നമ്മളിപ്പം എന്തായാലും നമ്മള് ജീവൻ മരണ പോരാട്ടമാണല്ലോ നടത്തുന്നത്, ഗൺസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യത്തില്ലേ? JP അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയും. ഓക്കെ ഓക്കെ, ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, നിങ്ങൾ നമുക്ക് ചെയ്തേണ്ട ഇത്രയാണ്. നമുക്കൊരു നമ്മുടെ ഒരു വോൾട്ട് ഒരു ബാങ്കിൽ ഉണ്ട്. ആ വോൾട്ട് നമുക്ക് വേണ്ടി നിങ്ങൾ എത്തിച്ചേരണം. ആ വോൾട്ട് അവിടെ കവറപ്പ് ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് വേണ്ടി എത്തിച്ചേരണം. ഓക്കെ, നിങ്ങൾക്ക് ഫൈറ്റ് സിറ്റുവേഷനിലോട്ട് പോകണ്ട. നിങ്ങൾ പീരിയഡ് കണ്ടുവെട്ടിച്ച് നിങ്ങൾ സേഫ് ആയിട്ട് ഇവിടെ എത്തിച്ചു തന്നാൽ മാത്രം. ഫൈറ്റിങ് എടാ ഫൈറ്റ് ചെയ്യണ്ട, അത് നമുക്ക് ഇവിടെ എത്തിച്ചു കൊടുത്താൽ മതി. അവർക്ക് കേസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, നിങ്ങളത് ക്ലിയർ ആയിട്ട് ഇവിടെ എത്തിച്ചേരാം. സൈഡിൽ നിന്ന് ഫൈറ്റ് വരത്തില്ല അപ്പൊ? ഇല്ല, കറന്റ്ലി അത് ഡിപെൻഡ് ഓൺ യു. നിങ്ങൾ അത് സേഫ് ആയിട്ട് മനസ്സിലായി. ഞങ്ങൾ ഡീൽ ചെയ്തോളാം സാർ. നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരാളെ അറേഞ്ച് ചെയ്ത് ഓക്കെ എവിടെയാണ് പോകേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ കൂടെ വിടും. ഓക്കെ. നിങ്ങളിതൊരു ടാസ്ക് ആയിട്ട് അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ആ ഇതെടുത്ത് കഴിയുമ്പോഴത്തേക്ക്, അതായത് വോൾട്ട് നിങ്ങളുടെ പീഡി കണ്ണി വെട്ടിച്ച് ഒരു സേഫ് ആയിട്ടുള്ള ലൊക്കേഷൻ നിന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാ പേജ് ത്രൂ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മൾ ലൊക്കേഷൻ പറയാം. ലൊക്കേഷൻ അതല്ല, എനിക്കൊരു ഡൗട്ട് എന്ന് വെച്ചാല് നമ്മുടെ കയ്യിൽ സേഫ്റ്റി എന്ന് പറയാൻ ഒന്നും ഇല്ല. നമുക്ക് അതിപ്പോ നിങ്ങളുടെ അടുത്ത് പറയാനാണെങ്കിൽ കൊന്നുകൊണ്ടുവരാം, അല്ലെ ജീവനോട് കൊണ്ടുവരണമെങ്കിൽ ജീവനോടെ കൊണ്ടുവരാം. ഒരു സീനും ഇല്ല. നമ്മളത് എത്തിച്ചിരിക്കും. ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ഡ്യൂട്ടി എന്നുള്ള രീതിയിൽ ഞങ്ങൾ നന്നായിട്ട് ചെയ്തു തരും. അതെ, നമുക്കറിയാം നിങ്ങൾക്ക് ഇതൊരു ടാസ്ക് ആയിട്ട് ഒരിക്കലും ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല. നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കേസ്. അപ്പൊ ഞങ്ങളത് എത്തിക്കാം, ഇപ്പൊ തന്നെ എത്തിക്കാം. വാസു, ഞാൻ ഇത് നിങ്ങൾക്കൊരു ടാസ്ക് തരണമായിട്ട് വിചാരിക്കും. ഐ നോ നിങ്ങളത് ഞങ്ങൾക്ക് അറിയാം. നിങ്ങളപ്പോ നിങ്ങളുടെ ഒരു ജസ്റ്റ് ഒരു എന്റർടൈൻമെന്റ് മാത്രമായിട്ട് നമ്മളിത് കാണുന്നു. ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്നത്. മനസ്സിലായി. ശേഷം നമുക്ക് ബാക്കിയുള്ള ടാസ്കുകളും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിന് ശേഷം സംസാരിക്കാം. അതുപോലെ ബാക്കിയുള്ള നിങ്ങളുടെ എല്ലാ ബിസിനസ് ഐഡിയാസും ഡീൽസും നമ്മളോട് തുറന്നു പറയാം. മീൻസ് തുറന്നു പറയാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസും കാര്യങ്ങളും എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തുറന്നു പറയാം. നമ്മൾ ഓൾവേസ് ഹെൽപ്ഫുൾ ആണ്, നമ്മൾ ചെയ്യാനായിട്ട് റെഡിയാണ്. നമ്മൾ തമ്മിലൊരു നല്ല ബന്ധം തുടർന്നു പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. ഉറപ്പായിട്ടും ഞങ്ങളുടെ സൈഡിൽ നിന്ന് എല്ലാവരെയും നമ്മുടെ TV എന്ന് പറയുന്ന സൈഡിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാവിധ എന്താ പറയാ, നമ്മുടെ സൈഡിൽ നിന്ന് എല്ലാവിധ നിങ്ങളുടെ ഇതിനകത്തുള്ള സഹകരണം ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ എന്തായാലും മുന്നിലുണ്ടാവും. നിങ്ങളും നമുക്ക് വേണ്ടി ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നമുക്ക് ഈ ഡീൽ ഇവിടെ തുടങ്ങാം. യെസ്, ഓബിയസ്ലി നമ്മളെപ്പോഴും ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മളൊരു ബിസിനസ് ടീമാണ്. ഞങ്ങൾ ഓൾവേസ് കൗണ്ട് ചെയ്യുന്നത് ബിസിനസ്സിലാണ്. ഞങ്ങൾ എങ്ങനെ ഞങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാം, അതിൽ കൂടെ ഞങ്ങളുടെ പാർട്ട്നേഴ്സിനെ എങ്ങനെ കൂടുതൽ സഹായിക്കാം. ഓബിയസ്ലി ഞങ്ങൾ ബിസിനസ് ആയതുകൊണ്ട് ലാഭം നോക്കും, ബട്ട് കൂടുതൽ നമ്മുടെ പാർട്ട്നേഴ്സിനെ എങ്ങനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതിനായിരിക്കും ഞങ്ങൾ ശ്രദ്ധിക്കുക. സോ അറിയാലോ, നമ്മളെല്ലാവരും ഈ റെസ്പെക്റ്റിലാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മളെല്ലാവരും എല്ലാവരും വെച്ച് കാണാൻ പരിചയപ്പെടാം. ഇനി എല്ലാവരും പുറത്ത് വെച്ച് കാണാനും പരിചയപ്പെടാനൊക്കെ നല്ലൊരു ബന്ധം തുടർന്നു പോകാനായിട്ട് സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതൊരു നെഗറ്റീവായിട്ട് എടുക്കുന്നത്, പോസിറ്റീവ് സൈഡിൽ പറഞ്ഞു. മനസ്സിലായി. അപ്പൊ ഈ കൺസൈൻമെന്റ് ഞങ്ങൾക്ക് തന്ന ആദ്യത്തെ ഡ്യൂട്ടി ഞങ്ങളിപ്പം എന്തായാലും ഇപ്പൊ തന്നെ ചെയ്യാം. ഞങ്ങൾ ഈ കൺസൈൻമെന്റ് എത്തിച്ചിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം. അതെ, ഓക്കെ. ആരാണ് നമ്മുടെ കോർഡിനേറ്റ് ചെയ്യുന്ന?
എല്ലായിടത്തും. അപ്പോ നമുക്കത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ ഓക്കെ ശരി 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 മിസ്റ്റർ വാസു, പറഞ്ഞു. ലൊക്കേഷൻ അറിയാൻ നമുക്ക് സാൻഡിയിലേക്കാണ് ഇത് എത്തിക്കേണ്ടത്. സാൻഡിൽ എത്തിക്കണം. എവിടെ നിന്നാണ് ഇത് പിക്ക് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞത് ഓക്കെ ഓക്കെ ശരി, അപ്പൊ നമുക്ക് എന്തായാലും ഇത് കഴിഞ്ഞിട്ട് കാണാം. കഴിഞ്ഞിട്ട് അതിന്റെ എക്യുപ്മെന്റ്സ് ഒന്ന് പ്രൊവൈഡ് ചെയ്യാമോ? രായ റോബറിയാണ്. മനസ്സിലായി നമ്മള് നമ്മുടെ റെഡി കയറ്. റസ്മാനെ, 6 പേരാണ് കൗണ്ട്. 4 പേര് 6 പേര്. സരക്കെ പറ. നിനക്കെത്തിയോ? സരക്കെ എത്ര പേരാണ് കൗണ്ട്? 6 പേരോ? 6 പേര്. 6ആണ്. നോർമൽ സിറ്റിയിലെ കൗണ്ട് 6ആണ്. നോർമൽ സിറ്റിയിൽ ഇത് ചെയ്യുന്ന സമയത്ത് അവിടെ ഗൺഫൈറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇന്ന് നിങ്ങളുടെ ടാസ്ക് ആയതുകൊണ്ടാണ് ഗൺഫൈറ്റ് ഇല്ലാതെ കൊണ്ടുവരാൻ പറയുന്നത്. ഓക്കെ. സോ അപ്പം നമുക്ക് എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുമോ? യെസ്, എല്ലാവർക്കും പങ്കെടുക്കണമെങ്കിലും പങ്കെടുക്കാം. പക്ഷെ നിങ്ങളുടെ വണ്ടി അവൈലബിൾ ആവണമെന്ന് എനിക്ക് സംശയമായിരിക്കും. എത്ര വണ്ടി ഉണ്ടാവും? മോസ്റ്റ്ലി 3 വണ്ടി ആയിരിക്കും. ഒരു 4 സീറ്റർ, 2 2 സീറ്റർ ആയിരിക്കും. ഒരു 4 സീറ്റർ, 2 2 സീറ്റർ. അപ്പം 4 8 പേര് മൊത്തത്തില്. 8 പേർക്ക് വരെ പോകാൻ പറ്റും. എടാ, മൊത്തം 8 പേർക്ക് പറ്റത്തുള്ളൂ. ഒരു 4 സീറ്റർ, 2 2. അല്ലല്ല, ഇവിടെ ലൈക്ക് നമുക്ക് ഇവിടെ 8 പേർക്ക് ഇതാക്കാന്ന് പറഞ്ഞ്. അപ്പൊ ഒരു 4 സീറ്ററും 2 2 സീറ്ററും ആയിരിക്കും തരുന്നത്. ഇപ്പൊ വേറെ ആരും വരാനുണ്ടെങ്കിൽ അവരോട് എല്ലാം ഡിഫറെന്റ് എടുത്ത് പുറകിൽ വരാൻ പറഞ്ഞു. പ്രശ്നമില്ല. നമുക്ക് ഇത് ആദ്യത്തെ ടാസ്ക് അല്ലേ നിങ്ങളുടെ? ഇപ്പൊ നിങ്ങൾ ബാക്കിയുള്ളവർ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിഫൻഡർ എടുത്ത് പുറകെ വന്നാൽ മതിയെന്ന് കേട്ടാ. അപ്പൊ എല്ലാരും വാ, ഡിഫൻഡർ എടുത്ത് വാ. ഇടിച്ച് നമുക്ക് ഇത് എത്തിക്കാം. നാളെ അല്ല, ഇന്നാണ്. ബാല വെടിയൊന്നും വെക്കണ്ട ബാല. നമുക്ക് ജസ്റ്റ് കൺസൈൻമെന്റ് ചുമ്മാ എടുത്തങ്ങ് കൊണ്ട് കൊടുത്താൽ മതി. വണ്ടി ഓടിച്ചാൽ മാത്രം മതി. റെഡിയല്ലേ? റെഡിയാണ്. വണ്ടി എടുത്തോ? വാസുവിന്റെ വണ്ടി എടുത്തോ? എന്റെ വണ്ടി എടുക്കാന്നോ? ഓ സരക്കെ വാ. അണ്ണാ, ബാക്കി പെയിൻ വണ്ടി കയറാനുള്ള 8 പേരെ പറ. എടാ കണ്ണാപ്പി, നിന്റെ കുണ്ണയാണ് ഇരിക്കുന്നത്. നിനക്ക് പറയുന്ന കേൾക്കുന്നില്ല. എല്ലാരും വരാൻ പറഞ്ഞ പിന്നെ 8 പേര് പിന്നെ എന്തിനു പറയണം? ഇവൻ ഞാൻ മാറി കേട്ടോ വാസുവിനെ. പുറകിലോ എന്റെ വണ്ടിയുടെ കേട്ടാ. ഇത് തുറക്കൂല്ലേ? അപ്പുറത്തൂടെ പോകാൻ പറ്റുള്ളൂ. എനിക്ക് തുറന്നില്ല. എനിക്ക് അടച്ചു കിടക്കുവാ. എഞ്ചിൻ ഓഫ് ആയി. ഇപ്പൊ തുറന്നു. ഞാൻ ഫ്രണ്ടിൽ പോവാൻ. വെയിറ്റ് എന്നെ പറയും, ഫോളോ ചെയ്ത് വാ. പറയാ